ഹായ്, ഇന്ന് ഞാൻ അമ്പലത്തിലേക്കൊന്ന് പോവാണ് കേട്ടോ. കൂടെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയുണ്ട്. ഇവിടെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത്, മുണ്ടക്കുളത്തുള്ള. ഇന്നത്തെ വിശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ, 13ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഏട്ടൻ ഇവിടെ നാട്ടിലില്ല കേട്ടോ. മോളാണെങ്കിൽ ചേച്ചീൻ്റെ വീട്ടിലുമാണ്. അപ്പോൾ ഈ വഴിയാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തേക്ക് പോകുന്നത്. ഈ കുളം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെറുപ്പത്തിൽ സ്ഥിരമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു കുളമാണ് കേട്ടോ അത്. ഞാനും ചേച്ചിയും ഏട്ടനൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ നീന്തലൊക്കെ പഠിച്ചത്. 2 തവണ ഞാൻ ഈ കുളത്തിൽ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരൊക്കെയോ ആണ് രക്ഷപ്പെടുത്തിയത്. പിന്നെ ഒരു തവണ ഒരു കുട്ടി വീണപ്പോൾ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു കുളമാണ് കേട്ടോ അത്. അപ്പോൾ അമ്പലത്തേക്ക് പോണ വഴിയാണ് കേട്ടോ ആ കുളം. അപ്പോൾ അതാ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി കേട്ടോ. തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പായസമൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ കുറേ ആളെയൊക്കെ കാണാൻ പറ്റിയിട്ടോ. കുറേ ആയല്ലോ വന്നിട്ട്, വർഷങ്ങളായിട്ടുണ്ടാവും ഞാൻ അങ്ങോട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ അമ്പലമൊക്കെ പൊളിച്ച് പടുത്തൊക്കെ ചെയ്തിട്ടോ. ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക്, ഇത് ഞങ്ങളെ തറവാടമ്പലം കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ അതാ വീട്ടിലൊക്കെ എത്തി. അപ്പോൾ അമ്മ അതാ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇലയിൽ വെച്ചിട്ടുള്ള പത്തിരിയാണ്. പിന്നെ അത് ചേമ്പെന്തോ പുഴുങ്ങിയതും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ മുകളിൽ രതീഷാൻ്റെ വീട്ടിൽ കിണർ കുഴിച്ചിട്ട് വെള്ളം കണ്ടപ്പോൾ അവർ കൊണ്ടു തന്നതാണ് ഈ അവിലൊക്കെ ഇട്ടിട്ട്, അവിലും ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൂസും വിഷ്ണുവൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ഉണ്ട് എനിക്ക് കേട്ടോ, മഞ്ചേരി. അപ്പോൾ എനിക്ക് മുണ്ടക്കുളത്ത് നിന്ന് നേരിട്ട് മഞ്ചേരിക്ക് ബസ് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആണെങ്കിലും അവിടെ എത്തിയപ്പോൾ എല്ലാവരും എത്തിയിട്ട് പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ട്, റിഹേഴ്സലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബൈജേട്ടനും ഷൈജു, അഞ്ചുമോള്, പ്രമിത, പിന്നെ ജയശ്രീ ടീച്ചറും ഉണ്ടായിരുന്നു, സുനിത ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കേട്ടോ സുനിത ടീച്ചർ, ജയശ്രീ ടീച്ചർ, അഞ്ചുമോള്, ഞാൻ, പ്രമിതയാണ്. അപ്പോൾ അതാ എനിക്ക് അറിയാത്തതൊക്കെ എനിക്ക് ഷൈജു പറഞ്ഞു തരികയാണ്. ഞാൻ നാട്ടിലെത്തുന്നതിന് മുന്നേ ഇവർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറച്ച് അറിയാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അവിടെ ഒരു ഹോട്ടലിലാണ് പോയത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ബിരിയാണിയാണ് മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വന്നിരുന്ന് കുറച്ച് പേരൊക്കെ ഞങ്ങൾ സൊറ പറഞ്ഞിരുന്നു കേട്ടോ. കഴിഞ്ഞിട്ട് നന്നായി ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേസ് കണ്ടില്ലേ? അപ്പോൾ നന്നായി ടയേർഡായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞാനും പ്രമിതയാണ് പോണത്. ഞാൻ കൊണ്ടോട്ടിക്കും അവൾ മലപ്പുറത്തേക്കും പോയിട്ടോ. വീട്ടിലെത്തിയപ്പം സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോളും പൂമ്പാറ്റും കുഞ്ഞാറ്റൊക്കെയാണ് കേട്ടോ അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഏട്ടൻ ചേച്ചീനോട് പറഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ച് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടാണ് നാട്ടിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി പുതിയ വിശേഷമായിട്ട് കാണാം.